സ്വർഗീയ കൃപയുടെ അതിമഹത്തായ സാക്ഷ്യവുമായാണ് സ്നാപക യോഹന്നാൻ ജനിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആഗമനത്തെക്കുറിച്ച് യൂദയായിൽ പ്രഘോഷിക്കപ്പെട്ട വചനത്തിൻ്റെ മഹോത്സവം, ക്രിസ്തുവിൻ്റെ മുന്നോടിയെന്നും വഴിയൊരുക്കിയവൻ എന്നുമെല്ലാം യോഹന്നാൻ ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സാധാരണഗതിയിൽ തിരുസഭ ഒരു വിശുദ്ധന്റെ തിരുനാളായി ആഘോഷിക്കുന്നത് ആ വിശുദ്ധന്റെ മരണത്തിന്റെ ഓർമ്മദിനമാണ്. എന്നാൽ പരിശുദ്ധ മാതാവിൻ്റെയും വിശുദ്ധ സ്നാപക യോഹന്നാന്റെയും തിരുനാളുകൾ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ വിശുദ്ധരും ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും മൂലപാപത്തോടു കൂടിയാണ് ജനിച്ചിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധ മാതാവ് മൂലപാപത്തിന്റെ കറയില്ലാതെയാണ് ജനിച്ചത്. വിശുദ്ധ സ്നാപക യോഹന്നാനാകട്ടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മൂലപാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു. ഇതാണ് ഇന്നത്തെ തിരുനാളിനുള്ള സൈദ്ധാന്തികമായ വിശുദ്ധീകരണം. യേശുക്രിസ്തുവിൻ്റെ ബന്ധുവാണ് യോഹന്നാൻ. കന്യാമറിയത്തിൻ്റെ ചർച്ചക്കാരിയായ എലിസബത്തിൻ്റെയും സഖറിയായുടെയും മകനായ യോഹന്നാൻ യേശുവിന് മുൻപുള്ള അവസാന പ്രവാചകനായി കണക്കാക്കപ്പെടുന്നു. യോഹന്നാന്റെ പിതാവ് സഖറിയ ഒരു പുരോഹിതനായിരുന്നു. അബിയായുടെ കുടുംബത്തിൽപ്പെട്ട സഖറിയായ്ക്കും എലിസബത്തിനും ദാമ്പത്യ ജീവിതം ഏറെ വർഷങ്ങൾ പിന്നിട്ടിട്ടും മക്കളുണ്ടായില്ല. ഒരിക്കൽ സഖറിയ ദേവാലയത്തിൽ ധൂപാർപ്പണ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കെ ഗബ്രിയേൽ ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: സഖറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റ് ലഹരിപാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. പ്രായം ഏറെ പിന്നിട്ടിരുന്നതിനാൽ ദൈവദൂതന്റെ വാക്കുകൾ സഖറിയ വിശ്വസിച്ചില്ല. അതിനാൽ പുത്രൻ ജനിക്കുന്നതുവരെ അയാൾ ഊമയായി മാറുമെന്ന് ദൈവദൂതൻ പറഞ്ഞു. എലിസബത്ത് ഗർഭിണിയായി. 6 മാസത്തിനു ശേഷം കന്യകാമറിയത്തിന് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും ദൈവദൂതന്റെ അറിയിപ്പുണ്ടായി. യേശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് മറിയം എലിസബത്തിനെ സന്ദർശിക്കാനായി പോയി. മറിയത്തെ കണ്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു തുള്ളിച്ചാടിയതായി വചനം പറയുന്നു. കുഞ്ഞു ജനിച്ചപ്പോൾ അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് സഖറിയ എഴുതി കാണിച്ചു. ആ നിമിഷം അയാളുടെ സംസാരശേഷി തിരികെ കിട്ടി. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ യോഹന്നാൻ മരുഭൂമിയിൽ തപസ്സനുഷ്ഠിച്ചു തുടങ്ങി. തേനും കാട്ടുകിഴങ്ങുകളും മാത്രമായിരുന്നു ഭക്ഷണം. ജോർദാൻ നദിയിൽ വെച്ച് നിരവധി പേരെ യോഹന്നാൻ ജ്ഞാനസ്നാനപ്പെടുത്തി. ധാരാളം ശിഷ്യന്മാരും യോഹന്നാൻ ഉണ്ടായിരുന്നു. വരാനിരിക്കുന്ന രക്ഷകൻ യോഹന്നാൻ തന്നെയാണെന്ന് പലരും വിശ്വസിച്ചു. എനിക്ക് പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്നാണ് യോഹന്നാൻ യേശുവിനെക്കുറിച്ച് ജനങ്ങളോട് പറഞ്ഞത്. യേശുവിനെ സ്നാപക യോഹന്നാൻ സ്നാനപ്പെടുത്തുന്ന സംഭവവും ബൈബിളിൽ വിവരിച്ചിട്ടുണ്ട്. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർക്ക് യോഹന്നാൻ ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തു. എല്ലാവരെയും ക്രിസ്തുവിലേക്ക് നയിക്കാനും അവൻ്റെ വരവിനായി ലോകത്തെ ഒരുക്കാനുമാണ് യോഹന്നാൻ അയക്കപ്പെട്ടത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനായി ആരുമില്ലെന്ന് യേശുവും പറഞ്ഞിട്ടുണ്ട്. തന്നെ ഭരമേൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച ശേഷം യോഹന്നാൻ അരങ്ങിൽ നിന്നും പിൻവാങ്ങുന്നു. നീതിക്കും ധർമ്മത്തിനും വേണ്ടി ശബ്ദമുയർത്തിയ പ്രവാചകനാണ് യോഹന്നാൻ. ഹെരോദേസ് രാജാവ് പോലും ആ പ്രവാചക ശബ്ദത്തിന്റെ ചൂടറിഞ്ഞു. അങ്ങനെ രാജാവിന്റെ ശത്രുവായി മാറിയ യോഹന്നാൻ ഹെരോദോസ് രാജാവിന്റെ തടവിലാകുന്നു. പിന്നീട് ഹെറോദിയായുടെ മകളായ സലോമിയുടെ നൃത്തത്തിൽ മതിമയങ്ങിയ രാജാവ് അവളുടെ ആവശ്യപ്രകാരം യോഹന്നാനെ വധിക്കാൻ നിർബന്ധിതനാകുന്നു. പ്രവാചക ധീരതയുടെയും കർമ്മോത്സുകതയുടെയും മാതൃകയാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ. രക്ഷകന് ജനഹൃദയങ്ങളിലേക്കും പാപാന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തിന് അവരുടെ രക്ഷകനിലേക്കും വഴിയൊരുക്കിയ സ്നാപക യോഹന്നാൻ ഇന്നും നമ്മുടെ വിശ്വാസ വഴികളിൽ നമുക്കും ക്രിസ്തുവിലേക്കുള്ള ചൂണ്ടുപലകയാണ്. ഈ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ മധ്യസ്ഥ്യം വഴി നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധരായ സകലരുമേ